ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും വെൽക്കം ടു മൈ ആർട്ട് സ്റ്റോറി. ക്യൂട്ടായിട്ടുള്ള മൂങ്ങക്കുട്ടന്മാരെ കാർഡ്ബോർഡിൽ പെയിൻറ്റിങ് ചെയ്താലോ? അതിനാദ്യം തന്നെ 3 ഓവൽ ഷേപ്പും ഒരു സ്ക്വയർ ഷേപ്പുമുള്ള കാർഡ്ബോർഡുകൾ വെട്ടിയെടുക്കാം. ഇതേ അളവുകളോടുകൂടിയ വെള്ള പേപ്പറും വെട്ടിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഓവൽ ഷേപ്പിൽ ബ്ലാക്ക് കളർ ഉപയോഗിച്ച് മൂങ്ങക്കുട്ടന്മാരെ വരച്ചു കൊടുക്കാം. സ്ക്വയർ ഷേപ്പിലുള്ള പേപ്പറിൽ മരത്തിൻ്റെ ബ്രാഞ്ചസും ഇലകളും വരച്ചു കൊടുക്കാം. മരത്തിൻ്റെ ബ്രാഞ്ചസ് വരച്ച പേപ്പറിൽ വെള്ളം ഉപയോഗിച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ശേഷം അതിന് മുകളിലായി ബ്ലൂ കളർ പെയിൻറ് ചെയ്യാം. നന്നായി ഉണങ്ങിയ ശേഷം അടിഭാഗത്ത് ഡാർക്ക് കളർ ബ്ലൂ പെയിൻറ് ചെയ്യാം. മൂങ്ങക്കുട്ടന്മാർക്ക് കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള നിറം കൊടുക്കാം. വെട്ടിയെടുത്ത കാർഡ്ബോർഡിനെ വെള്ള പേപ്പർ ഉപയോഗിച്ച് കവർ ചെയ്തെടുക്കാം. പെയിൻറ്റിംഗ് ഒക്കെ ഇഷ്ടമുള്ള കൂട്ടുകാരാണോ ഈ വീഡിയോ കാണുന്നത്? കളർ പെൻസിൽ, സ്കെച്ച് പെൻ, ക്രയോൺ, വാട്ടർ കളർ, അക്രിലിക് കളേഴ്സ് ഇതിലേറ്റവും ഇഷ്ടം ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നന്നായി ഉണങ്ങിയ ശേഷം ബ്ലാക്ക് കളർ പെയിൻറ് ഉപയോഗിച്ച് ചില്ലകൾക്കും ഇലകൾക്കും നമുക്ക് പെയിൻ്റ് അടിക്കാം. ബ്യൂട്ടിഫുൾ വാട്ടർ കളർ പെയിൻറ്റിംഗ് റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഓരോ ലെയറുകളും നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രം അടുത്ത ലെയറുകൾ അടിക്കാൻ ശ്രമിക്കുക. ഇതെല്ലാ കൂട്ടുകാർക്കും അറിയായിരിക്കും, എന്നാലും അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. നേരത്തെ തയ്യാറാക്കി വെച്ച സ്ക്വയർ കാർഡ്ബോർഡിലേക്ക് നമുക്ക് ഈ ഒരു ചിത്രം ഒട്ടിച്ചു കൊടുക്കാം. അതിന് മുകളിലായി നമ്മുടെ ക്യൂട്ടായിട്ടുള്ള മൂങ്ങക്കുട്ടന്മാരെയും ഒന്ന് പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്ലാക്ക് കളർ ഉപയോഗിച്ച് മൂങ്ങക്കുട്ടന്മാരെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ 3D ആയിട്ടുള്ള മൂങ്ങക്കുട്ടന്മാരുടെ പെയിൻറ്റിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.